തിരുമേനി ഉണ്ടോ അവിടെ? ആ ഉണ്ട് ഉണ്ട്. ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. നന്നായി. എത്ര ഇല്ലായ്മയിലും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും കഴിയുന്നുണ്ടല്ലോ. ഡോക്ടർ ഒരു കാര്യം പറയുന്നതേ അടുത്ത 3 ദിവസം പാലിക്കാനല്ല, ജീവിതകാലം ഉടനീളം പാലിക്കാൻ വേണ്ടിയാ. ആ എന്നാ പിന്നെ ഇന്നത്തെ ദിവസം വിട്. നാളെ മുതല് ഞാൻ ജീവിത അവസാനം വരെ അങ്ങ് പാലിച്ചാ പോരെ? എന്താ വരുൺ? ഏയ് ഒന്നുമില്ലടോ. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കുമ്പോ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അച്ഛാ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളാ അല്ല, ഇത് ഞങ്ങൾക്ക് ചെയ്യാന്നേ ഉള്ളൂ. വരുൺ പോയി കിടന്നോ? എടോ എനിക്ക് ബോറടിച്ചു, എനിക്ക് സമയം കളയണ്ടേ? വേണ്ട മോനെ, മോനെ ഈ ജോലിയൊക്കെ ചെയ്യാൻ കൂടെ ഇരിക്കുമ്പോ എന്തോ പോലെയാ. പണ്ട് കണിമംഗലം സ്വന്തമായിരുന്നപ്പോ അമ്മ ഇത് പറയായിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസമുണ്ടായിരുന്നു. ഇപ്പൊ എന്താ കുഴപ്പമേ? എല്ലാം പോയില്ലേ? അമ്മ ഇനി തടസ്സം നിൽക്കണ്ട. തടസ്സം നിന്നു കഴിഞ്ഞാൽ പറഞ്ഞ് മൊത്തത്തിലൊരു നിരാശ അങ്ങ് പടർന്നു കയറും. പിന്നെ നമുക്ക് എല്ലാവർക്കും വിഷമാവും. ആ ഇനി മുതല് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ കൂടാം. പച്ചക്കറി അരിഞ്ഞു വെക്കാൻ ഞാനും അച്ഛനും കൂടുന്നതിന് ഒരു കുഴപ്പമില്ല. ആ രാധിക, മുത്തശ്ശിയാ. ആ സ്പീക്കർ ഇട്ടിട്ടെടുക്ക്. ആ മുത്തശ്ശി, എന്തെടുക്ക അവിടെ? സുഖാണോടാ? ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ അച്ഛനും അമ്മയും രാധികയും കൂടി എന്തെടുക്കണമെന്ന് അറിയൂ? എന്താ? ഞങ്ങളെല്ലാരും കൂടെ ഇരുന്നേ ഒരു സദ്യക്കുള്ള പച്ചക്കറി അരിയുക. സദ്യയോ? നാളത്തേക്കോ? എന്താ വിശേഷം? വിശേഷമുണ്ട്. മുത്തശ്ശിയുടെ രാധിക മോള് വലിയൊരു ബിസിനസ്സുകാരിയായി. ഒന്ന് പോടാ അവിടുന്ന്. ഒന്നുമില്ല മുത്തശ്ശി, എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ. വീട്ടിലെ ജോലി കഴിഞ്ഞാ അമ്മയ്ക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാ പിന്നെ കുറച്ചുപേർക്ക് പൊതിച്ചോറുണ്ടാക്കി കൊടുത്താലോ എന്ന് ആലോചിച്ചു. അപ്പോ അവൻ പറഞ്ഞ സത്യം തന്നെയാ. അതിപ്പോ വലിയ ബിസിനസ് അല്ലേ? ഇന്നാളൊരു ദിവസം എവിടെയോ പോകുമ്പോ ഞാൻ കണ്ടു ഒരു മലയോളം പോകുന്ന തരത്തില് പൊതിച്ചോറ് ഇരിക്കുന്നത്. ഇതൊക്കെ ആര് വാങ്ങിച്ച് തീർക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. തിരിച്ചു വരുമ്പോ ആ കൂട്ടത്തില് ഒരെണ്ണം പോലും കാണാനുമില്ല. ആ അങ്ങനെ ഒരു ശ്രമ ഇവിടെ എന്റെ ശ്രീമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടക്കട്ടടാ. രാധിക മോളുടെ കൈകൊണ്ട് എന്തെങ്കിലും പാചകം ചെയ്ത് ഒരാൾക്ക് കൊടുത്താലേ അയാള് പിറ്റേ ദിവസം ആ സ്ഥലം അന്വേഷിച്ചു വരും. അവളുടെ കൈപ്പുണ്യം എനിക്കറിയാവുന്നതല്ലേ. തിരുമേനി ഉണ്ടോ അവിടെ? ആ ഉണ്ട് ഉണ്ട്. ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. നന്നായി. എത്ര ഇല്ലായ്മയിലും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും കഴിയുന്നുണ്ടല്ലോ. കണിമംഗലത്തടക്കം പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോയത് അതാണ്. അതിന്റെ ഫലങ്ങൾ തന്നെയാ ഓരോരുത്തർ അനുഭവിക്കുന്നത്. യശോദയോ? ആ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാരോടും മിണ്ടിയിട്ട് നിന്നോടായിട്ടൊന്നും പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ കുട്ടികളെ നന്നായിട്ട് നോക്കണേ. അവർക്കിവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ അവര് സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മതി മോളെ രാധികേ. എങ്കി മുത്തശ്ശി കിടക്കട്ടെ. ശരി മുത്തശ്ശി, ആയിക്കോട്ടെ. മുത്തശ്ശി ഉറക്കത്തിന് കൃത്യസമയം പാലിക്കുന്ന ആളല്ലേ? മുത്തശ്ശി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. സന്തോഷായിട്ടിരിക്കുക കേട്ടോ. പാവം മുത്തശ്ശി, നമ്മൾ അടുത്തില്ലാത്തതുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. ശരിയാ, നമ്മുടെ കൂടെ ഇരിക്കുമ്പോ മുത്തശ്ശി എപ്പോഴും പറയാറില്ലേ,
ഇപ്പൊ എനിക്ക് നിങ്ങളുടെ പ്രായമേ ഉള്ളൂ എന്നൊക്കെ. വയസ്സായതോ ശരീരത്തിന്റെ ക്ഷീണം ഒന്നും അറിയുന്നില്ലാന്ന്. പോട്ടെ മോളെ, ഒരു ദുരിതം വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകും അതിലൊരു ഭാഗം. സഹിക്കാം, അങ്ങനെ കരുതിയാ മതി. അമ്മേ, എന്താ അമ്മേ, എന്തിനാ ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്നേ? എന്താ അമ്മയ്ക്ക് വയ്യേ? ഡോക്ടറെ അടുത്ത് പോണോ? വേണ്ട, നീ ഇവിടെ ഇരിക്കെ. ഞാൻ കുറച്ചു മുന്നേ വരുണിനെ വിളിച്ചിരുന്നു. ആ, അവന്റെ കാര്യമാവുമ്പോ അമ്മയ്ക്ക് പിന്നെ കരയാൻ വേറൊന്നും വേണ്ടല്ലോ. നമ്മൾ കൈയെടുത്ത് കുമ്പിട്ട് തൊഴണം അവളെ, രാധിക മോളെ. വേറൊരാളായിരുന്നു വരുണിന്റെ ഭാര്യയുടെ സ്ഥാനത്തെങ്കിൽ നമ്മുടെ വരുൺ മോൻ ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. അവൻ എന്ത് സന്തോഷത്തോടെ സംസാരിച്ചെന്ന് അറിയോ? അതിന്റെ കാരണം അവളാ. ഈ വലിയ വീഴ്ചയിലും അവനെ താങ്ങായി നിൽക്കുന്ന രാധിക മോള്. അവള് കൊടുക്കുന്ന ആത്മവിശ്വാസത്തിലാ വരുൺ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അത് ശരിയാ അമ്മേ, ഞാനും പരമേശ്വരേട്ടനും അത് തന്നെ എപ്പോഴും പറയുന്നേ. മുൻപ് അവള് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മൾ പരസ്പരം പറഞ്ഞു നമ്മുടെ വീടിന്റെ ഐശ്വര്യ രാധികയെന്ന്. അതിന്റെ യഥാർത്ഥ അർത്ഥം ഇപ്പോഴാ അറിയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്ക്, ആരാ അവള്? പ്രശസ്ത ഗായിക ശ്യാമയുടെ മകളാ, കോടിക്കണക്കിന് രൂപയുടെ അവകാശി. ഭാഗ്യം അവളുടെ കയ്യിൽ നിന്ന് തെന്നിത്തെറിച്ചു പോയെങ്കിലും ശ്യാമ ഇവിടെയുണ്ട്. ആ അമ്മയെ ഭഗവാൻ രാധിക മോളുടെ മുന്നിൽ എത്തിക്കും. നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ ദൈവം കാണുന്നില്ലേ അമ്മേ? നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്? ഈ കഷ്ടപ്പാടൊക്കെ മാറും. രാധിക ഒരിക്കൽ ശ്യാമയേക്കാൾ പ്രശസ്തിയാവും. എത്ര കഷ്ടപ്പെട്ടാലും വരുൺ ഒരു സ്ഥാനത്ത് എത്തുകയും ചെയ്യും. എനിക്കതിൽ സംശയമൊന്നുമില്ല. ആ